പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠം മമത കെ സായമേ. നമുക്കൊന്ന് വായിക്കാം. ഹർ ചീസ് മിൽ സകേഗി, ഹർ ചീസ് മിൽ സകേഗി, पर माँ नहीं मिलेगी. इसने जन्म दिया है, एहसान ये किया है. आराम दे के हमको, आराम दे के हमको, दुख दर्द ले लिया है. दुनिया यूं ही बसेगी, पर माँ नहीं मिलेगी. किन मुश्किलों से पाला, किन मुश्किलों से पाला, किस प्यार से संभाला. इसके ही दम कदम से हम सबका बोलबाला. एक एक सदी ढुलेगी, पर माँ नहीं मिलेगी. लाजिम है उसकी खिदमत, लाजिम है उसकी इज़्ज़त. पाओ तले उसी के है आदमी की जन्नत. महफिल हर एक सजेगी, पर माँ नहीं मिलेगी. ഹസ്രത്ത് ജയ്പൂരിയുടെ മമത കെ സായമേ എന്നതാണ് 6ാം ക്ലാസ്സിൽ ഇപ്രാവശ്യം ആദ്യമായിട്ട് പുതിയതായിട്ട് പഠിക്കാനുള്ള 1ാമത്തെ പദ്യം. ഇത് മാനെക്കുറിച്ചുള്ളതാണ്. ഇതിൻ്റെ നരേഷൻ പാർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഹർ ചീസ് മിൽ സകേഗി, നമുക്കെല്ലാ വസ്തുക്കളും നമുക്ക് ലഭിക്കും, എല്ലാം നമുക്ക് ലഭിക്കും. പർ മാ നഹി മിലേഗി, എന്നാൽ നമുക്കൊരു ഉമ്മയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പകരമായിട്ട് പുതിയതായിട്ടൊരു പുതിയ ഉമ്മനെ നമുക്ക് കിട്ടൂല. ഉസ്നെ ജനം ദിയാ ഹെ, അവർ നമുക്ക് ജന്മം നൽകിയിരിക്കുന്നു. എഹ്സാൻ യെ ക്യാ ഹെ, എന്തു വലിയ ഉപകാരമാണ് അവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ജന്മം നൽകുന്നതിന് വേണ്ടി തന്നെ നമ്മുടെ അമ്മ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് അല്ലേ. അവർ നമുക്ക് വേണ്ടി ഒരുപാട് ഉറക്കൊഴിവാക്കിയിട്ടുണ്ട്. നമ്മെ അവർ 10 മാസക്കാലം അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഏറ്റി നടന്നിട്ടുണ്ട്. നമ്മെ ഓർത്ത് അവർ ഭക്ഷണം കഴിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉമ്മ സഹിച്ചിട്ടുണ്ട്. അതൊക്കെ അവരെ നമുക്ക് നൽകിയ വലിയ നന്മയാണ്. അതുപോലൊരു ഉമ്മയെ നമുക്ക് ഇനി വേറെ കിട്ടൂല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്തും കിട്ടും. ആരാം ദേക്കെ ഹംകോ ദുഃഖ് ദർദ് ലേ ലിയാ ഹെ, നമ്മുടെ ദുഃഖങ്ങളും വേദനകളുമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നമുക്കവർ വിശ്രമം നൽകിയിട്ടുണ്ട്. നമുക്കവർ വിശ്രമം നൽകി. ആരാം ദേക്കെ, നമുക്ക് അവർ വിശ്രമം നൽകി. അവരെ നമ്മളെ കിടത്തി ഉറക്കി. നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രയാസങ്ങളും വേദനകളുമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നല്ല നിലയിലാവണമെന്ന് കരുതിയിട്ട് എല്ലാം സഹിച്ച് നമ്മെ അവർ നോക്കി. ദുനിയാ യുഹി ബസേഗി, ദുനിയ ഇങ്ങനെ തന്നെയാണ്, ലോകം ഇങ്ങനെ കഴിഞ്ഞു പോവും. പർമാ നഹി മിലേഗി, ഉമ്മാക്ക് പകരം നമുക്ക് വേറൊരാളെ കിട്ടൂല, ഉമ്മയെ നമുക്ക് കിട്ടൂല. കിൻ മുഷ്കിലോ സെ പാല, കിസ് പ്യാർ സെ സംഭാല. എത്ര ബുദ്ധിമുട്ടുകളോടുകൂടിയാണ് അവർ നമ്മെ പരിപാലിച്ചത്, വളർത്തിയത്. എത്ര സ്നേഹത്തോടു കൂടിയാണ്, എത്ര വാത്സല്യത്തോടു കൂടിയാണ് അവർ നമ്മെ പരിപാലിച്ചത്, വളർത്തിയത്.
ഇസ്കേ ഹി ദം കദം സേ ഹം സബ് കാ ബോലിബാല. അവരുടെ ദം കദം സേ എന്ന് പറഞ്ഞാൽ അവരുടെ സാന്നിധ്യത്താലാണ്, അല്ലെങ്കിൽ അവരുടെ കാരണത്താലാണ്. ദം കദം സേ എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. എൻ്റെ അർത്ഥം അവരുടെ സാന്നിധ്യത്താൽ, അവരുടെ പ്രസൻസിൽ, അവരുടെ സാന്നിധ്യത്തിൽ, അല്ലെങ്കിൽ രണ്ടാമത് ഉസ്കേ വജാസെ അവരുടെ കാരണത്താൽ, ഹം സബ്ക ബോലിബാല നമുക്ക് വിജയം ലഭിച്ചത്. ബോലിബാല എന്ന് പറഞ്ഞാൽ നമ്മൾ വിജയികളായി തീർന്നത് അവരുടെ സാന്നിധ്യത്താലാണ്, അവരുടെ കാരണത്താലാണ്. ഏക് സ്വദി ഠുലേഗി പർമാ നഹി മിലേഗി. നൂറ്റാണ്ടുകൾ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിങ്ങനെ പോവും. പർമാ നഹി മിലേഗി നമുക്ക് ഉമ്മയെ കിട്ടും. ബാക്കി എല്ലാ സാധനങ്ങൾ കിട്ടിയാലും വേറെ എന്ത് വസ്തുക്കൾ നമുക്ക് നഷ്ടപ്പെട്ടാലും അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഉമ്മയെ നമുക്ക് ലഭിക്കില്ലല്ലോ. लाजिम है उसकी खिदमत करना हमारे लिए लाजिम है, उसकी इज़्ज़त करना हमारे लिए लाजिम है. उसकी खिदमत करना അവർക്ക് സേവനം ചെയ്യൽ മക്കളായ നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്, നമ്മുടെ മേലിൽ നിർബന്ധമാണ്. ലാസിം ഹെ ഉസ്കി ഇസ്സത്ത്, ഉമ്മയെ ബഹുമാനിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാസിമാണ്. പാവാൻ തലേ ഉസീഖി, അവരുടെ പാവിനടിയിലാണ്, അവരുടെ കാലിനടിയിലാണ്. ഹേ ആദ്മി കി ജന്നത്ത്, മനുഷ്യൻ്റെ സ്വർഗം നിലനിൽക്കുന്നത് അവരുടെ കാലിനടിയിലാണ്. മെഹഫിൽ ഹറേക് സജേഗി, ഓരോരോ അരങ്ങുകളും അലങ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കും, ഓരോരോ സദസ്സുകളും അലങ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. പർമാനഹി മിലേഹി, നമുക്കെല്ലാം ലഭിച്ചാലും നമുക്ക് ഉമ്മാക്ക് പകരം മറ്റൊരുമ്മയെ നമുക്ക് ലഭിക്കില്ല അല്ലേ. ഇതാണ് ഹസ്രത്ത് ജയ്പൂരിയുടെ ഒന്നാമത്തെ പദ്യം. മമതാക്കെ സായമേ. നന്നായി വായിക്കുക, വായിച്ച് ഇതിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക. ഇതിലെ പ്രധാനപ്പെട്ട മുഷ്കിലായ ഏതെങ്കിലും അൽഫാസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ചുരുക്കത്തിൽ ഇതിൽ പറയുന്നത്, നമുക്ക് ഏത് സാധനങ്ങൾ, ഏത് വസ്തുക്കൾ, നമ്മളെത്തുന്നൊരു വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും, അത് നന്നാക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിന് പകരം നല്ല പുതിയതായിട്ട് അതുപോലുള്ള അടിപൊളി സാധനം വേറെ വാങ്ങാൻ പറ്റും. അതേസമയം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാതാവ് വളരെ പ്രിയപ്പെട്ടതാണ്. ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും നമുക്ക് വേണ്ടി സഹിച്ചതാണ്. ആ ഉമ്മ നഷ്ടപ്പെട്ടാൽ ആ ഉമ്മക്ക് പകരം വേറൊരു ഉമ്മ, രണ്ടാനമ്മ വന്നാൽ എന്താവില്ല, നമ്മളെ ഉമ്മാൻ്റെ അടുത്ത് ഒരു നിലക്കെത്തൂല അല്ലേ. 1000 പൊറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ എന്നൊരു പാട്ടുണ്ടല്ലോ. 1000 പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മൻ്റെ അടുത്തേക്ക് എത്തൂല. കാരണം അവരത്രത്തോളം പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്, അവർക്ക് നമ്മോട് അത്രത്തോളം ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, നമ്മളാ ഇഷ്ടം തിരിച്ചു കൊടുക്കണം. ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഉമ്മയോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടാവണം. ആ ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കണം. ഉമ്മ നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ നമ്മൾ മുഖം കറുപ്പിക്കാൻ പാടില്ല. ഉമ്മ നമ്മോട് കടയിൽ പോകാൻ പറയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഏറ്റെടുക്കണം. അതാണ് നമുക്ക് ഉമ്മാക്ക് തിരിച്ചു കൊടുക്കാനുള്ളത്. ഉമ്മാക്കത് തിരിച്ചു കൊടുക്കുമ്പോൾ ഉമ്മ നമ്മെക്കുറിച്ച് മനസ്സിലിങ്ങനെ കരുതും, എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, അല്ലെ എൻ്റെ കുട്ടിക്ക് നല്ലത് വരട്ടെ എന്നൊരു പ്രാർത്ഥന ആ ഉമ്മാൻ്റെ മനസ്സിലുണ്ടായാൽ അത് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് നിദാനമാകും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ പാഠം നന്നായി മനസ്സിലാക്കുക. ഇനി ഇതിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ശുക്രിയ. ഖുദാ ഹഫീസ്.